വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ കായിക അധ്യാപകരുടെ പ്രതിഷേധം. മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിക്കുക, LP, UP, HS, HSS വിദ്യാലയങ്ങളിൽ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉപജില്ലയിലെ കായിക അധ്യാപകർ പ്രതിഷേധിച്ചു. MLA CC മുകുന്ദന് നിവേദനം നൽകുകയും ചെയ്തു. പ്രതിഷേധ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ വലപ്പാട് ഉപജില്ലയിലെ കായിക അധ്യാപകരായ ബിജു പ്രശാന്ത്, ബിന്ദു, സിജിൽ, സുജ, മെറിൻ, ബബിൽനാഥ്, സുഹൈൽ, ധീരജ്, അലിൻ, അജിത്, ഹനീഫ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലയിൽ 115 വിദ്യാലയങ്ങൾ ഉള്ളതിൽ കേവലം 13 കായിക അധ്യാപകർ മാത്രമാണുള്ളത്. മറ്റ് ഉപജില്ലാ മേളകൾക്കുള്ളതുപോലെ കുട്ടികൾക്ക് ഭക്ഷണമോ അടിസ്ഥാന സൗകര്യമോ നൽകാൻ സംഘാടകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ കാലഘട്ടം. ഏത് നേരമാണെങ്കിലും അവർക്ക് നല്ല ഫുഡും നല്ല ബിരിയാണിയും നല്ല വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ കായിക മേളത്തിൽ വരുമ്പോൾ മാത്രം ഒരു വെള്ളം പോലും ഇല്ല. അത് എന്ത് വേർതിരിവാണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അടുത്ത കായിക മേളത്തിലെങ്കിലും നല്ലൊരു വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഗ്രൗണ്ടിൽ ഒഫീഷ്യലായി നിൽക്കുന്നതും ഫിനിഷിംഗ് പോയിന്റ് നോക്കുന്നതും നാട്ടിക അക്കാദമിയിലുള്ള സ്റ്റുഡൻസ് ആണ്. യോഗ്യതയുള്ള ഒഫീഷ്യൽസ് അല്ലാത്തതിനാൽ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ മേളയിൽ ഉടനീളം കാണാൻ സാധിക്കും. കൂടാതെ മത്സരാർത്ഥികളുടെ കോച്ചും സഹതാരങ്ങളും നിയന്ത്രിക്കുന്ന മത്സരരീതി അശാസ്ത്രീയമാണെന്നാണ് രക്ഷിതാക്കളും മറ്റ് അധ്യാപകരും മത്സരാർത്ഥികളും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം മത്സരങ്ങൾ വളർന്നു വരുന്ന കായിക താരങ്ങളെ നിരുത്സാഹപ്പെടുന്ന രീതിയാണ് വലപ്പാട് ഉപജില്ല സ്പോർട്സ് മത്സരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, നിലവിൽ വലപ്പാട് ഉപജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 115ഓളം സ്കൂളുകളുണ്ട്. അതിലാകെ 13 കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ LP, UP, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ ഒറ്റ കായിക അധ്യാപകർ പോലുമില്ല. എങ്കിലും ഞങ്ങൾ ഈ നിസ്സഹകരണം തുടരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു കായിക അധ്യാപകൻ, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ജോലി നഷ്ടപ്പെട്ട കായിക അധ്യാപകരുണ്ട്, അവരെ സംരക്ഷിക്കണം. ഇത്തരത്തിലുള്ള കുറച്ച് 4 നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിൽ തന്നെ ഞങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മത്സരത്തിനായി എത്തിക്കുന്നുണ്ട് ആസ് എ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്. അതുപോലെ തന്നെ മത്സരങ്ങൾക്ക് തന്നെ യാതൊരുവിധ തടസ്സങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടെ നിസ്സഹകരണം തുടരുക തന്നെ ചെയ്യും. എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കുറച്ചുകൂട്ടം കായിക അധ്യാപകർ